നമ്മൾ ശക്തമായിട്ട് പ്രതിരോധിക്കണം. ഇപ്പൊ ഒരു സ്ത്രീ നമ്മളെ കണ്ടപ്പോ അങ്ങനെ അകത്തേക്ക് വലിഞ്ഞു. ഈ ലോറിയുടെ ഇടയിൽ നോക്കിക്കോ, കണ്ട നിക്കണ നിക്കണ് ലോറിയുടെ ഇടയില് കണ്ട അടുത്ത് നിക്കണ് അടുത്ത് നിക്കണ് അടുത്ത് നിക്കണം. ചാപ്പാടാ വീഡിയോ ക്യാമറ ഇക്കാരെ കണ്ട ഒരുത്തനെ എവിടെ നിന്ന് മൂത്രം ഒഴിക്കണ്. ഇതുണ്ട് ആലുവയിലെ അവസ്ഥ നിങ്ങൾ കണ്ടു നോക്ക്. ഇതേ അടിച്ച് മൂത്ത് അവൻ തുണി പിടിപ്പിക്കണേ. ഇതണ്ട കണ്ട ഇതാണ് ആലുവ. അവിടെ ഇവിടെ കംപ്ലീറ്റ് നീറ്റ് ആക്കും. ഇവിടെ മുള്ളി ഇട്ടേക്കണേ അസുഖങ്ങൾ. ഇതിപ്പോ ആലുവ റോട്ടില് രാത്രി നടക്കുന്ന സംഭവമാണ്. നിങ്ങളെ ലോറിയുടെ അരികില് ഇത് കണ്ടിട്ട് നമ്മുടെ വണ്ടിയുടെ നേരെ മുമ്പിൽ കണ്ട ഈ ചേട്ടൻ നോക്കിക്കൊണ്ട് വീഡിയോ ഷൂട്ട് കണ്ടപ്പോ ആ വണ്ടിയുടെ ആ ഭാഗത്തോട്ട് അവര് മാറിയട്ടാ. ഹലോ മച്ചമ്മരക്കേര് വണ അനുപാക്ഷൻ വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊപ്പം എന്റെ സുഹൃത്തുണ്ട് ജോബിയാണ്. ജോബി നമസ്കാരം. നമസ്കാരം. ജോബി എന്താണ് പറയണത് ആലുവയെ കുറിച്ച്? ആലുവ ക്ലീൻ സിറ്റി ആയെന്ന് പറയുന്നത് ആലുവയുടെ ഒരു ജസ്റ്റ് ഒരു എന്താ പറയുന്ന ഒരു സൈഡ് മാത്രം, അതായത് നമ്മളൊരു 1% എന്ന് മാത്രമേ ഇപ്പൊ ഇതിൽ കണ്ടതിന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഇനിയും ഇതിന്റെ അപ്പുറത്തോടുള്ള കാഴ്ചകളുണ്ട്, നമുക്ക് അതിലേക്ക് പോകാം. ഇന്ന് ആലുവ മൊത്തം ഒന്ന് കറങ്ങി എന്താണ് ആലുവയുടെ അവസ്ഥ എന്നുള്ളത് നിങ്ങളൊന്ന് നേരിട്ട് കാണിച്ചു തരാനായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഷെയർ നിങ്ങൾ പറപ്പിക്കണം. കാരണം കഞ്ചാവ് മാഫിയ സംഘത്തലവന്മാരാ ഇനി ഇവിടെ വെച്ചേക്കരുത് നമ്മൾ. അത് മാത്രമല്ല ആലുവയിലെ അമ്മമാരും പെങ്ങാമാരും എല്ലാവരും ചൂരലൊക്കെ ആയിട്ട് ഇറങ്ങി ആലുവ ക്ലീൻ സിറ്റി ആക്കാൻ വേണ്ടി. അപ്പോൾ അവരൊക്കെ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് നേരുകയാണ്. കുറെ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ റോട്ടിൽ നിന്ന് പരസ്യമായിട്ട് മദ്യപിക്കുന്ന ഹിന്ദിക്കാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഓടിച്ചിട്ട് അത് ആലുവയില പെൺപടകൾക്ക് അല്ലെ പെൺശക്തികൾക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇന്നിപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട് നമ്മള് ആലുവ റെയിൽവേ സ്റ്റേഷൻ, ആലുവ KSRTC സ്റ്റാൻഡ്, ആ പരിസരങ്ങളിലേക്കാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നോക്കാം അവിടുത്തെ സിറ്റുവേഷൻ. അത് മാത്രമല്ല എക്സൈസുകാർ 2 ദിവസം വന്നിട്ട് ഖജാവുണ്ടോ, അതായത് ഇപ്പൊ ആ കുഞ്ഞ് മരിച്ചപ്പോ വന്ന് പ്രകസനം കാണിച്ച എക്സൈസുകാർ. അല്ലാണ്ട് നിങ്ങളെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ കാണിച്ചത് ഇതൊക്കെ നിങ്ങൾ രാത്രി ഇറങ്ങി പരിശോധിക്കണം. ഇവിടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കുറെ ലോറികൾ വന്നുണ്ട്. ഹിന്ദിക്കാരന്മാരാണ് അതിൽ ഏറ്റവും കൂടുതൽ വന്നത്. ഇവന്മാര് കഞ്ചാവ് കൊണ്ടാണ് വരുന്നത് അല്ലേ, ഈ MDMA പോലത്തെ ഉള്ള സാധനങ്ങളും കൊണ്ടാണോ വരുന്നത് ഒക്കെ നിങ്ങൾ ഇറങ്ങി പരിശോധിക്കണം. ഇറങ്ങി നിങ്ങൾ ഇതേപോലുള്ള അല്ലെ വണ്ടികളെല്ലാം ചെക്ക് ചെയ്യുക. പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ മാത്രം ജനങ്ങളെ ബോധിപ്പിക്കാനായിട്ട് ഒരു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടണം. ആ പണി ഇപ്പൊ ഈ പ്രതിനെ കൊണ്ടുപോയണ്ടില്ലേ നിങ്ങൾ? പ്രതിനെ കൊണ്ടുപോയത് ഏതാണ്ട് സെലിബ്രിറ്റി മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വരുമ്പോ ബോഡി ഗാർഡ് കൊണ്ടുപോകണ പോലെയാണ് പോലീസുകാർ കൊണ്ടുപോകുന്നത്. അത് പോലീസുകാർ നാട്ടുകാർ ഒച്ച ഉണ്ടാക്കിയപ്പോ നാട്ടുകാരെ മുതിർത്തിട്ട് കാരണം അത് പോലീസുകാരുടെ പണി പോകും. നാട്ടുകാർ ഇവനെ പിടിച്ചിടിച്ചു കഴിഞ്ഞാൽ പോലീസുകാരുടെ പണി പോകും. പക്ഷെ നാട്ടുകാർ എന്തുകൊണ്ട് അവനെ കല്ലെറിയാൻ പോയി? അല്ല, നമ്മുടെ നാടിന്റെ അവസ്ഥ ഇതാ. ഇതുപോലെ എന്തെങ്കിലും ഒരു നല്ല കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു കുറച്ച് നാളത്തേന് ഭയങ്കര പ്രവർത്തനം, അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് മാറും. ഉള്ളവരും പറയുന്നത് അത് ഇതൊരു കുറച്ച് ദിവസത്തേനും ഉണ്ടാവും, അതുവരെ ഒന്ന് ഒതുങ്ങി നിൽക്കുക, അത് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് തുടങ്ങാം. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ, ഇത് ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ മറക്കരുത്. പിന്നെ എന്തൊക്കെ ജോബ് ചെയ്യണ്ട പറ. ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷെയർ നിങ്ങളുടെ പറപ്പിച്ചേക്കണം. അപ്പൊ എന്തായാലും നമുക്ക് ആലുവ ടൗൺ ഒന്ന് കറങ്ങി നോക്കാം. ഈ ആലുവല രാത്രി കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോ ആലുവ റോട്ടില് രാത്രി നടക്കുന്ന സംഭവമാണ് നിങ്ങളെ കാണുന്നത്. ഇതുണ്ട ആലുവ എവിടെ ക്ലീനായെന്ന് പറഞ്ഞത്. ഇതുണ്ട ലോറിയുടെ അരികില് കണ്ട സ്ത്രീകൾ നിൽക്കണേ കണ്ട കണ്ട, ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റുള്ളേ. കണ്ട രാത്രിയാകുമ്പോൾ ഇതേപോലെ കുറേ ആൾക്കാർ ഇങ്ങനെ ലോറിയുടെ അരികത്ത് വന്ന് നിൽക്കും. അപ്പം ഇവരെ ബന്ധപ്പെടാൻ വേണ്ടി വരുന്ന ആൾക്കാർ ഈ ഹിന്ദിക്കാരന്മാരും ഈ കഞ്ചാവ് മയക്കമരുന്ന് ടീമൊക്കെ ആയിരിക്കും വന്നത്. അപ്പം ഇതൊക്കെ ഈ ആലുവയിൽ നിന്ന് ഇല്ലാതാക്കി കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ നമ്മുടെ നാട് നന്നാകും. ഇനിയുമുണ്ട്, ഇനിയും കാണിച്ചു തരാം. ആലുവയിൽ കുറേ വീട്ടമ്മമാർ രാത്രി ചൂരലായിട്ട് ഇറങ്ങി. ആ ചൂരലായിട്ട് ഇറങ്ങിയ ദിവസങ്ങളെല്ലാം നല്ല രീതിയിൽ അവർ
എന്താ പറയുക, അവിടെ ഒരു ക്ലീൻ സിറ്റി പോലെ ആക്കി. അത് കഴിഞ്ഞ് വീണ്ടും ഇവർ രംഗത്തേക്ക് ഇറങ്ങിയേക്കണേ. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് കണ്ടിട്ട് നമ്മുടെ വണ്ടിയുടെ നേരെ മുമ്പിൽ കണ്ട ഈ ചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കണേ, എന്താണ് സംഭവം നോക്കിക്കൊണ്ടിരിക്കണേ. കണ്ട ഈ പുള്ളി അങ്ങോട്ട് പോകും നോക്കാതെ വളക്കണണ്ട. പുള്ളി വരെയും ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണേ. പുള്ളി അങ്ങോട്ട് വളഞ്ഞു പോകണമെന്ന് എനിക്ക് തോന്നുന്നു. കണ്ട അത്രക്ക് ദയനീയമായ അവസ്ഥയാണ് ഇപ്പോഴും ആലുവയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടിപ്പോൾ അവരെ കാണാനില്ല. നമ്മളിവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യണ്ടപ്പോൾ ആ വണ്ടിയുടെ ആ ഭാഗത്തോട്ട് അവർ മാറിയിട്ടാ. നമുക്ക് നോക്കാം അവിടെ ഉണ്ടാകും നോക്കാം. ഈ എക്സൈസുകാർ ആലുവയിൽ ആ കുഞ്ഞ് മരിച്ചപ്പോൾ വന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവിടെ 2 ദിവസം വന്ന് റെയ്ഡ് എടുത്ത്, പിന്നെ ഒന്നും റെയ്ഡൊന്നും കണ്ടില്ല. അപ്പോൾ ആലുവയിലെ പോലീസുകാരും ഈ പറഞ്ഞ എക്സൈസുകാരും ഇവിടുത്തെ ആൾക്കാരൊക്കെ മുനിസിപ്പാലിറ്റി ആ ടീംസൊക്കെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇതേപോലെയുള്ള വണ്ടികൾ കുറേ കിടപ്പുണ്ട് ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ. കണ്ട കുറേ കിടപ്പുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി കാണിച്ചു തരാം. ആ പെണ്ണ് വലിക്കുന്നുണ്ട് അവിടെ ഇരുന്ന്. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അവള് നീങ്ങി അങ്ങോട്ട് കയറിപ്പോയി. അവിടെ കയറി നിൽക്കണം കേട്ടാ. അവിടെ നിൽപ്പണ്ടേ, ശ്രദ്ധിച്ചു നോക്കിയോ. രാത്രി ആയതുകൊണ്ട് അത്ര സൂം ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക്. അവിടെ നിന്ന് നല്ല സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ആലുവയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുത്തൻ്റെ ടീം വന്ന് ആ പെണ്ണായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുത്തൻ വന്ന് സംസാരിക്കുന്നുണ്ട് ഇവിടെ. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൽ ആ ഭാഗത്തോട്ട് പോയിട്ടുണ്ട്. അവിടെ തന്നെ വർക്ക് നടക്കണേ. ഇതിന്റെ പുറകിലാണ് അവിടെ തന്നെ പബ്ലിക്കായിട്ട് പരിപാടി നടക്കുന്ന സ്ഥലം. ഇനി കണ്ടില്ലെന്ന് പറയരുത്, ലൈവാണ് ഞാൻ കാണിച്ചത്. ഇപ്പൊ ആ പയ്യന്റെ ദേ പോണവൻ അല്ലേ, ഇപ്പൊ എടുത്ത് നടന്നു പോട്ടാ. നോക്കിക്കോ, നീ നടന്നു പോണണ്ട. എല്ലാം പരിപാടിയും കഴിഞ്ഞ് നടന്നു പോണേ. ഇതൊക്കെ നിൽക്കണം. ഇതാണ് ആലുവയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ട. എന്നിട്ട് ആലുവ ക്ലീൻ സിറ്റിയായി, അതായി ഇതായി. ഒരു സിറ്റിയില്ല. എക്സൈസുകാരും പോലീസുകാരും ശരിക്കും ഇറങ്ങുക, ഇറങ്ങി തന്നെ ഇതേപോലത്തെ ആൾക്കാരെയൊക്കെ പിടിക്കുക. എന്നാലും മാത്രമേ ആലുവ അല്ല ഈ കേരളം മൊത്തം ക്ലീൻ സിറ്റി ആവുള്ളൂ. ഇവിടെ കഞ്ചാവും മയക്കമരുന്ന് മാഫിയ സംഘത്തലവന്മാർ ഇവിടെ കിടന്ന് വിലസനാണ്. അതുകൊണ്ട് ഇതെല്ലാവരും ഷെയർ ചെയ്യുക. ഇനിയും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആലുവ ഒരു ക്ലീൻ സിറ്റിയുമായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ. ഇവിടെ കുറേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കുറേ വാഹനങ്ങൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരെയും പോലീസുകാർ ചെക്ക് ചെയ്യണം. ഇതേണ്ട നിൽക്കണം. നിക്ക് ഒരു മിനിറ്റ്. ഇത് ഇവിടെ നിൽക്കുന്നു. ഇതാണ് അല്ലേ പെര. ഇതിന്റെ മറവിലാണ് എല്ലാ പരിപാടിയും നടക്കുന്നത്. ഇത് കണ്ടില്ലെന്ന് പറയുന്നത്. കണ്ടോ, കണ്ട, ഇതിന്റെ പുറകിലാണ് എല്ലാ പരിപാടിയും നടക്കുന്നത് കേട്ടോ. ഇത് നടക്കണ സ്ഥലം കൂടി ഒന്ന് കാണിച്ചു തന്നേക്കാം അല്ലേ. നേരെ സ്കോഡയുടെ ഷോറൂം ഉണ്ട് അല്ലേ. സ്കോഡയുടെ ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ പരിപാടികൾ കംപ്ലീറ്റ് നടക്കുന്നത്. ഇത് കണ്ട, ഇതാണ് അവസ്ഥ. അപ്പം എല്ലാവരും നമ്മുടെ പരിപാടി ഷെയർ ചെയ്യുക. കഞ്ചാവ് മയക്കമരുന്ന് മാഫിയ സംഘത്തലവന്മാരെ ഈ കേരളത്തിൽ നിന്ന് തന്നെ അടിച്ചോടിക്കുക. എക്സൈസും പോലീസുകാരും ഇറങ്ങി പണിയെടുക്കുക. രാത്രികാലങ്ങളിൽ നിങ്ങൾ ഇറങ്ങി നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കണം. ഇല്ലെങ്കിൽ ഇനിയും കുറേ കഞ്ചാവ് മയക്കമരുന്ന് മാഫിയ സംഘത്തലവന്മാർ ഇവിടെ വീണ്ടും പുനർജനിക്കും. ഇവിടെ പിള്ളേരെല്ലാവരും ചീത്തയായിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവം. MDMA പോലുള്ള മാരക സാധനങ്ങൾ അടിച്ചുകൊണ്ട് കണ്ട. അപ്പം രാത്രി ഇവിടെ ഇതൊക്കെയാണ് കാഴ്ചകൾ. കണ്ട, ഇപ്പം അടുത്ത ടീം അങ്ങോട്ട് പോയിട്ടുണ്ട്. അടുത്ത ടീം പോയിട്ടുണ്ട്. അടുത്ത ടീമില്ലേ പോയി മുട്ടിയിട്ട് കഥയൊക്കെ പറഞ്ഞു പോണേ. കണ്ട, ദേ പോണു കണ്ട കണ്ട.
അടുത്ത ടീം പോകുന്നുണ്ട്. കണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കണ്ടാ, ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടില്ലെന്ന് പറയരുത്. അപ്പം ഇനി നമുക്ക് ഇവിടെ നിന്ന് അടുത്ത കാഴ്ചകളിലോട്ട് പോട്ടാ. അപ്പോൾ മച്ചാന്മാരെ എല്ലാവരും ഷെയർ ചെയ്ത് അങ്ങോട്ട് പറപ്പിച്ചേക്ക്. ലോറി അടുത്തോട്ട് മാറി. അല്ല, നിങ്ങളതൊന്ന് നോക്കിക്കേ, രാത്രി നിൽക്കുന്ന ആ രംഗങ്ങളും നോക്കുന്നു. നമുക്കിപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് നമ്മൾ ചെന്നെടുത്താണ് ഇതൊക്കെ. കണ്ട, വെട്ടൊടിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ശ്രദ്ധിച്ചോ, നോക്കിക്കോ. കണ്ട, അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ആലുവ മെട്രോ സ്റ്റേഷന്റെ അടുത്തുനിന്ന് നമ്മൾ റൈറ്റ് എടുത്ത് ആലുവ ടൗണിലേക്ക് കടന്ന ഒരു പരിസരത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകളില്ല. ഇവിടെ നമുക്ക് ഷോപ്പുകളുടെ ആ ഒരു ലൈറ്റ് മാത്രമാണ് നമുക്ക് ഇവിടെ ഉള്ളൂ. അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ നിലവിൽ ഒരു ഇരുട്ടുമൂടിയ അവസ്ഥയാണ് ആലുവ ടൗണ്. അതായത് ഇങ്ങനെയുള്ള ആളുകൾക്ക് വന്ന് സ്റ്റേ ചെയ്യാനും നിൽക്കാനുമായിട്ട് പറ്റുന്ന ഒരുപാട് പ്ലേസസ് നമുക്ക് ആലുവ ടൗണിലുണ്ട്. അതായത് ആലുവ ടൗൺ ഒരിക്കലും അന്ധകാരത്തിൽ മൂടിക്കിടക്കുവാണ് ഇപ്പൊ നിലവിൽ. സത്യം പറഞ്ഞാൽ വെട്ടമില്ല, വെളിച്ചമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ടൗൺ ആണ്. ആലുവ ടൗൺ ഫേമസ് ഒരു ടൗൺ ആണ്. ഈ ഒരു ടൗണില് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇതിപ്പോ നമ്മൾ നിൽക്കുന്നത് ആലുവ ടൗണിലാണ്. ആലുവ സെൻട്രൽ ജംഗ്ഷൻ ആണ്. ഫെഡറൽ ബാങ്കിന്റെ ഹെഡ് ഓഫീസ്, പിന്നെ അതെ ഫെഡറൽ ബാങ്കിന്റെ ഇതൊക്കെയാണ്. ഈ പരിസരങ്ങളിലൊന്നും വെട്ടമില്ല. കണ്ട, ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, വെട്ടമില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഇതിൽ ആ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ വെട്ടമില്ല, ഇവിടെ വെട്ടമില്ല. ഈ വണ്ടിയുടെ വെട്ടവും ഈ പറഞ്ഞ പോലെ ഈ ഷോപ്പിന്റെ ലൈറ്റ് മാത്രമേ ഉള്ളൂ. മറ്റുള്ള വെളിച്ചമില്ല ഇവിടെ. അപ്പോ ഇതുപോലെയുള്ള ആളുകൾക്ക് വന്ന് തമ്പടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അനുകൂല സാഹചര്യമാണ് ഇപ്പൊ നിലവിൽ ടൗണിലുള്ളത്. അത് മാത്രമല്ല, പെരുമ്പാവൂർ ആലുവ എന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാരന്മാരെ കൊണ്ട് തോറ്റ്. അതിന്റെ അകത്ത് വേറൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് പെരുമ്പാവൂരിൽ നിന്ന് ആലുവയിലേക്ക് ഒരുപാട് ഡിസ്റ്റൻസ് ഇല്ല, നിസ്സാര ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പൊ പെരുമ്പാവൂർ ഇപ്പൊ കൺജക്ഷൻ ഏരിയ ആയേക്കുക. അപ്പൊ ഹിന്ദിക്കാർ അവിടെ തിങ്ങി നിറച്ചു. അപ്പൊ അവർക്ക് അവിടെ വർക്ക് കിട്ടാത്തത് കൊണ്ട് അവര് കൂടുതൽ വർക്ക് കിട്ടുന്ന പ്ലേസ് നോക്കി ഇങ്ങോട്ടേക്ക് ചാടിയേക്കുന്നു. മുനിസിപ്പാലിറ്റി ഒക്കെ ഈ വാടക കൊടുക്കുമ്പോഴേ ഇവരിതൊന്നും ചെക്ക് ചെയ്യില്ലേ സംഭവം? അല്ല, മുനിസിപ്പാലിറ്റി ചെക്ക് ചെയ്യുന്നതിന്റെ പറയാൻ പറ്റില്ലല്ലോ. കാരണം ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ കേസ് മുനിസിപ്പാലിറ്റി എന്താ ചെക്ക് ചെയ്യേണ്ടത്? കാരണം ഇവിടെ ഏത് പോസ്റ്റേലാണ് ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളത്? ഒരു ടൗണിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഒരു സ്ട്രീറ്റ് ലൈറ്റ് നമ്മൾ നേരത്തെ കാണിച്ച സ്ഥലമൊക്കെ ആലുവയുടെ ഹൃദയഭാഗങ്ങളാണ്. അതെ, അവിടെ ഒരു വെട്ടം പോലും ഇപ്പൊ ശരിക്കും ഒരു ഹൃദയഭാഗം. ഇവിടെ ഒരു ഹൈമാസ് ലൈറ്റ് ഉണ്ടോ? ആലുവയിൽ എത്ര ഹൈമാസ് ലൈറ്റ് ഉണ്ട്? ജനങ്ങളുടെ കാശി മേടിച്ച് വെറുതെ അടിച്ചോണ്ടിരിക്കും. ഇവിടെ ഞാൻ ചോദിക്കണം, ഒരു പോസ്റ്റേല് സാധാരണ ഒരു ട്യൂബ് കൊടുത്ത് ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇടാനുള്ള ഒരു ഇതില്ല. അപ്പൊ പിന്നെ നമ്മൾ മറ്റുള്ളവരെ ആരെയാണ് നമ്മൾ ഇതിന്റെ അകത്ത് കുറ്റം പറയേണ്ടത്? നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അല്ല, ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഇവര് പറഞ്ഞത്. ഇപ്പൊ നമ്മള് നമ്മുടെ കാശി മേടിച്ച് നികുതിപ്പണം, കറണ്ട് കാശി, ഏത് ഈ കറണ്ട് ബില്ല് വന്നാ ഈ കൊള്ളയായ കറണ്ട് ബില്ല്, പിന്നെ വാട്ടർ ബില്ല്, ഈ പറഞ്ഞ നികുതി അല്ല ഈ പറയണ, പിന്നെ എന്ത് ഇവർക്ക് ലൈറ്റ് ഇട്ട് എന്താ? അപ്പൊ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ സർക്കാരിന് ചിലപ്പോ അതിനേക്കേണ്ട ഒരു കറണ്ട് ബില്ലിനുള്ള സാമ്പത്തികം സർക്കാരിന് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോ സർക്കാർ ഒരുപക്ഷെ അത് ചെയ്യാത്തത്. അതൊന്നുമല്ല, ഇത് ഇവിടെ വെട്ടം വേണം. ഇതൊക്കെ തമാശ പറഞ്ഞ ഇവിടെ വെട്ടമില്ല, ഇവിടെ ഒരു വെളിച്ചമില്ല. ഇവിടെ ഷോപ്പുകളുടെ ഈ ഭാഗങ്ങളിലൊന്നും ലൈറ്റ് ഇല്ല. കണ്ട, ഇതാണ് ഇവിടുത്തെ ആലുവയിലെ അവസ്ഥ. അപ്പൊ നമുക്ക് കൂടുതൽ കാഴ്ചകളായിട്ട് മുന്നോട്ട് നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാം. നമുക്കപ്പോ വീഡിയോ കട്ട് ചെയ്യണ്ട. ഈ പോകുന്ന റൂട്ടിലുള്ള നമുക്ക് എവിടെയൊക്കെ ആലുവ ടൗണിന്റെ വെളിച്ചമുള്ള സ്ഥലം ഏതാണെന്നും വെളിച്ചമില്ലാത്ത സ്ഥലം ഏതാണെന്നും മൊത്തത്തിൽ നിങ്ങളൊന്ന് കണ്ടിരിക്കും. അപ്പൊ നമ്മളിത് ഇപ്പൊ ആലുവ ടൗണിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് കാണിച്ചാടാ. ഇവിടെയൊക്കെ ലൈറ്റ്, അതായത് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ആകെ ഓർമ്മയില്ല അവിടെ ജംഗ്ഷനിൽ കൊണ്ട് വെച്ചേക്കണേ. ബാക്കിയെല്ലാം കടകളിലെ ലൈറ്റാണ് വർക്ക് ചെയ്യണത്. ഇവിടെ ജനങ്ങൾക്ക് ഇവിടുത്തെ കടകളൊക്കെ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആലുവ നഗരം ഊരിട്ടിലാണ്. ഇനി നമുക്ക് ആലുവയുടെ ഹൃദയഭാഗം എന്ന് വെച്ചാൽ പഴയ ആലുവയുടെ ഹോട്ടലൊക്കെ ഉണ്ട്. ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് ചെന്ന് നോക്കാം. റൈറ്റ് എടുക്കാൻ വേണ്ടി നമുക്ക് ഈ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം. പഴയ ആലുവയുടെ ഹോട്ടൽ, അതായത് വർഷങ്ങൾ പഴക്കമുള്ള ഹോട്ടലാണ് ഈ കാണുന്നത്. ഗ്രാൻഡ് ഹോട്ടൽ. ഈ കാണുന്നതാണ് ഗ്രാൻഡ് ഹോട്ടൽ. കണ്ട, അങ്ങനെ നമുക്ക് ഇതാണ് ഗ്രാൻഡ് ഹോട്ടൽ. കണ്ട,
നമുക്ക് കണ്ട് ഈ ഭാഗത്തോട്ട് പോയി നോക്കാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഈ ഭാഗത്തോട്ട് പോയി നോക്കുമ്പോൾ ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. പിന്നെ ഈ ലൈറ്റ് ഓഫ് ചെയ്ത് ഞാൻ കണ്ടതേ നോക്കിക്കോ. ഈ ഭാഗത്തൊക്കെ നമ്മുടെ വണ്ടിയുടെ വെട്ടം കൊണ്ടാണ് നിങ്ങൾ കാണുന്നത്. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല, കണ്ട ഇരുട്ടാ. സിവിൽ സ്റ്റേഷൻ റോഡാണ് കണ്ട. ഇതൊക്കെയാണ് ആലുവയുടെ അവസ്ഥ. എവിടെയാണ് ബീവറേജ്, കുപ്പിയൊക്കെ മേടിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഈ ഭാഗങ്ങൾ കഴിഞ്ഞ് നമുക്ക് മുന്നോട്ടൊന്ന് പോയി നോക്കാം. കണ്ട, ഇതൊക്കെയാണ് ആലുവയുടെ അവസ്ഥ. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ ലൈറ്റിന് വെട്ടമില്ല. അതാണ് പ്രശ്നം. കണ്ട, ഇവിടെയൊക്കെ സത്യം പറഞ്ഞതേ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ട ഇത്രയും വെട്ടമുള്ളൂ. ഇതൊന്നും പോരാ. ഇവിടെയൊക്കെ ഒരു പെൺകുട്ടീനെ തട്ടിക്കൊണ്ട് പോയാലോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ തട്ടിക്കൊണ്ട് പോയാൽ പോലും ആരും അറിയൂല. ഞാൻ ലൈറ്റ് ഇട്ടാലാണ് കണ്ട. ഇതാണ് ആലുവയിലെ അവസ്ഥ. ആകെ 10 രൂപ ബൾബ് മേടിച്ചിടും അല്ലേ, ആൾക്കാർക്ക് കണ്ണും കാണാൻ പറ്റൂല. കണ്ട, ഇത് നമുക്ക് ആലുവയുടെ വേറെ ഒരു ഭാഗമുണ്ട്, ആ ഭാഗത്തോട്ട് പോയി നോക്കാട്ടെ. അപ്പൊ നമ്മൾ കാണുന്നത് ആലുവ പഴയ മാർക്കറ്റാണ്. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത കണ്ട, ഇവിടെ ഒരു തരി വെട്ടമില്ല, പോസ്റ്റ് ഇല്ല. കണ്ട, ഇവിടെയൊക്കെ ആൾക്കാര് സഞ്ചരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇത് കണ്ട, ആലുവ മാർക്കറ്റ്, അതായത് പഴയ മാർക്കറ്റിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇനി ആ ഭാഗത്തോട്ട് പോകുമ്പോ എന്താ പറഞ്ഞ ലൈറ്റ് ഉണ്ട് കണ്ട. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അല്ലേ ജോബി, പഴയ മാർക്കറ്റ്, ആലുവയുടെ പഴയ മാർക്കറ്റാണ്. ഈ കുട്ടിയെ കൊണ്ട് മറ്റേ ഹിന്ദിക്കാരൻ കൊണ്ട് കൊലപ്പെടുത്തിയ മാർക്കറ്റ് പുതിയ മാർക്കറ്റിന്റെ പുറകുവശത്താണ്. ആ കുട്ടിയെ കൊണ്ട് കൊലപ്പെടുത്തിയ ആ മാർക്കറ്റിന്റെ പുറകുവശം വേസ്റ്റ് ഇട്ടിട്ട് ഭയങ്കര നാറ്റം എന്ന് പറഞ്ഞ എൻ്റെ പൊന്നു ദൈവങ്ങളെ, അവിടെ നമുക്ക് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ആ വേസ്റ്റ് ഇടുന്നതിൻ്റെ ബാക്കിൽ കൊണ്ടുപോയിട്ടാണ് ഈ കുഞ്ഞിനെ അവൻ മൃഗീയമായി കൊലപ്പെടുത്തിയത്. അപ്പം അവന് തക്കതായ ശിക്ഷ തന്നെ നമ്മുടെ നിയമം കൊടുക്കണമെന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മുടെ നിയമം അറിയാലോ അല്ലേ? അപ്പം നമ്മുടെ നിയമം അനുസരിച്ച് ഏറ്റവും വലിയ തൂക്കുമരം തന്നെ അവന് കിട്ടട്ടെ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണോട്ടാ, ഇവിടെ ഒന്നും ലൈറ്റില്ല. ഇവിടെ ഒരു പെൺകുട്ടികൾക്ക് പോലും രാത്രി നടക്കാൻ പറ്റില്ല. ആൾക്കാർ ഇതിപ്പോൾ സമയം കാണിച്ച ജോബി, സമയം 8:30 അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ 8:31 സമയം 8:31 ട്ടാ. അപ്പോഴാണ് ഞങ്ങളൊന്ന് ഷൂട്ട് ചെയ്യണത്. ഇവിടെ ലൈറ്റില്ല. ഇതിലെ കൂടി വണ്ടികളെല്ലാവരും പാസ് ചെയ്യണതാണ്. ഒരു പെൺകുട്ടിക്ക് ഇതിലെ കൂടി നടന്നു പോകാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു കഞ്ചാവ് അടിച്ച് മൂത്തി MDMA അടിച്ച് നിൽക്കുന്ന ഒരുത്തൻ ഇവിടെ നിന്ന് ഒരു പെൺകൊച്ചിനെ തട്ടിക്കൊണ്ടു പോയാൽ പോലും അറിയില്ല. അപ്പം ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ, കേരളത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ആലുവ മുനിസിപ്പാലിറ്റി ടീംസ് ഇവിടെ എല്ലാം വെട്ടം ശക്തമാക്കണം. കാരണം കൂടുതലും ഇവിടെ ഹിന്ദിക്കാരന്മാർ വന്ന് ചേക്കേറിയേക്കണേ. അത് ഒരു ക്യാമറ പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ കാണാനും പോലും ഇല്ല. കാണാൻ സത്യം കാണാനില്ല. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരു ക്യാമറ പോലും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ എന്ത് നടന്നാലും ഒന്നും അല്ലേ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ സംഭവം ഒന്ന് കാണാം. ഇതാണ് ആലുവ മാർക്കറ്റിന്റെ, അതായത് പഴയ മാർക്കറ്റിന്റെ അവസ്ഥ. വെട്ടമില്ല കണ്ട, വെട്ടം എന്ന് പറഞ്ഞ സാധനമില്ല. ഇപ്പൊ ഈ വണ്ടികളൊക്കെ പോകുമ്പോ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. കണ്ട, വണ്ടികൾ പോകുമ്പോ ഈ വണ്ടികൾ പോകുന്ന ആ വെളിച്ചം കൊണ്ട് നമുക്ക് നടന്നു പോകാം. ഒരാൾ കള്ള് കുടിച്ച് അല്ലെ പൂസായി കഴിഞ്ഞ് മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഈ വരുന്ന വണ്ടികൾ ആ വ്യക്തിനെ ഇടിക്കുമെന്നുള്ള കാര്യം ഉറപ്പുള്ള കേസാണ്. കാരണം കാണാൻ പറ്റൂല. കണ്ട, ഒരു പയ്യൻ്റെ സൈക്കിളിന് പോണേ കണ്ട, ഒരു പയ്യൻ സൈക്കിളിന് പോകുന്നു കണ്ട. അവൻ സൈക്കിളിന് പോകണമെന്ന് പോലും അറിയാൻ പറ്റൂല. അപ്പോൾ ഞാൻ ശരിക്കും നിങ്ങളെ കാണിച്ചത് ആലുവ മുനിസിപ്പാലിറ്റിക്കാരുടെ ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് കണ്ട. ഇതേ നിൽക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ്, ഇതേ ബസ് കട്ടോടിക്ക് കാണാൻ പറ്റുന്നത് കണ്ട. അത് കത്തണം കൂടിയില്ല. അതൊക്കെ കത്തണ്ട ഇല്ലേന്ന് വന്ന് പരിശോധിക്കാൻ പോലും ഇവിടെ ഒരാളില്ല. ഇതാണ് അവസ്ഥ. എവിടെ ഈ പോസ്റ്റൽ കാർ കിടക്കുന്നതിന്റെ മുകളിൽ പോസ്റ്റലും ഉണ്ടോ? അതെ, ഈ കാറ് കിടക്കണ്ട. ഈ കാറ് കിടക്കുന്നതിന്റെ മുകളിലും ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്.
ഇവിടെ ഒരു സീറ്റ് ലൈറ്റ് ഉണ്ട്. അതൊന്നും കാണാൻ പറ്റില്ല, ഇവിടെ കംപ്ലീറ്റ് ഇരുട്ടാണ്. ഇതണ്ട, അതും ഖത്തറില്ല. ഇതാണ് ആലുവേല അവസ്ഥ. എന്നിട്ട് ആലുവ ക്ലീനായെന്ന് പറയണം. ഇതണ്ട, കൂരിട്ടിലാണ് ഇപ്പോഴും ആലുവ കിടക്കുന്നത്. വെട്ടവും വെളിച്ചവും മുനിസിപ്പാലിറ്റിക്കാരെ കൊടുക്കണം അല്ലേ? ഇപ്പൊ ആലുവ മുനിസിപ്പാലിറ്റിയുടെ കഴിവുകൾ തന്നെയാണിത്. ഇതൊക്കെ ജനങ്ങളെ നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. നിങ്ങൾ നമ്മുടെ പരിപാടി ഷെയർ ചെയ്യണം. കാരണം ഇവിടുത്തെ കുഞ്ഞുങ്ങളെയും ഇവിടുത്തെ ജനങ്ങളെയും നമുക്ക് രക്ഷിക്കണം. നമുക്കിനി വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലൈറ്റ് കത്തും. അപ്പൊ നിങ്ങൾക്ക് ഈ വഴിയൊക്കെ കാണാൻ പറ്റും. അല്ലേ? ഇപ്പൊ ആലുവ പുതിയ മാർക്കറ്റല്ല, ഇത് പഴയ മാർക്കറ്റാണ്. പഴയ മാർക്കറ്റിന്റെ റോഡിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതേ കണ്ട, ഇതാണ് റോഡിന്റെ അവസ്ഥ. അതെ, ഞാൻ ഇനി ഇത് ലൈറ്റ് അങ്ങോട്ട് ഓഫ് ചെയ്യാം. കണ്ട, ഓഫ് ചെയ്താൽ ഒന്നും കാണാൻ പറ്റില്ല. ഈ സൈഡിൽ ആരൊക്കെ കിടക്കണമെന്ന് പോലും കാണാൻ പറ്റില്ല. അതായത് ഇങ്ങനെ ഓണാക്കിയാൽ മാത്രമേ എല്ലാം കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് തികച്ചും ആലുവ മുനിസിപ്പാലിറ്റിയുടെ എന്താ പറഞ്ഞ ഏറ്റവും വലിയ തോൽവി തന്നെയാണിത്. ജനങ്ങളെ പറ്റിക്കുന്ന ഈ പരിപാടി നിർത്തിയിട്ട് എടാ ഇങ്ങോട്ട് വരുമ്പോൾ കുറെ ലൈറ്റൊക്കെ ഉണ്ട് ഇവിടെ. അതും ഫ്രൂട്ട്സ് കച്ചവടക്കാരൊക്കെ ഇട്ടുകൊണ്ട് ലൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെയൊക്കെ വെട്ടവും വിളിച്ചുകൊണ്ട്. ഇനി നമുക്ക് നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോകട്ടെ. ബസ് സ്റ്റാൻഡിൽ എന്തൊക്കെ നടക്കണം നമുക്ക് നോക്കാം. ഇത് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്താണ്. കണ്ടോ, കുറേ ഹിന്ദിക്കാരൊക്കെ കണ്ടോ? റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഈ വഴി വേണം പോകാൻ അല്ലേ? ഞങ്ങളുടെ പോകേണ്ടത് ഈ വഴി, ഷാപ്പിലേക്ക് പോകണ വഴിയാണ്. ഈ വഴി നേരെ പോകുന്നത് ഷാപ്പിലോട്ടാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഹിന്ദിക്കാർ വന്ന് തമ്പടിക്കുന്ന ഒരു സ്ഥലം. ഏറ്റവും കൂടുതൽ ഹിന്ദിക്കാർ വെള്ളം അടിക്കുന്ന സ്ഥലം ഇവിടെയാണ്. അതായത് ബിവറേജുകളോ ബാറുകളോ തുറക്കണതിന് ഇപ്പുറം തന്നെ ഷാപ്പ് തുറക്കും. ആ സമയത്ത് കള്ളു കുടിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കുമായിട്ട് ഏറ്റവും കൂടുതൽ ഹിന്ദിക്കാർ വന്ന് നിൽക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് ഹിന്ദിക്കാർ അടിക്കുന്നത് അല്ലേ? കംപ്ലീറ്റ് ഹിന്ദിക്കാരാണ്. ഇവരൊക്കെ ചായ പിടിക്കാൻ വന്നൊക്കെ ഉണ്ടോ? ഈ പരിസരങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ വീഡിയോ ക്യാമറ ആലുവ കണ്ട, ഇതൊക്കെയാണ് ഇവിടെ ആലുവയിൽ നടക്കണത്. അടിച്ച് വിറ്റായിട്ട് പോകണതാണ്. ഇതേ ഹിന്ദിക്കാരൊക്കെ കണ്ട, ഒരുത്തന്നെ ഇവിടെ നിന്ന് മൂത്രം ഒഴിക്കണം. കണ്ട, കംപ്ലീറ്റ് പിള്ളേരാണ് ഇവിടെ. ആലുവ വെറുതെ അർഗ സിറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട, എന്താണ് നമ്മൾ കണ്ടത്? സത്യം പറയില്ല, ഇവിടെ തുണിയിലാണ്ട് കിടക്കണ അവനെ കാണിക്കാൻ പറ്റൂല. അതെ, ഈ ഭായി കാണിക്കണം. നോക്കിയാ എന്താ ഭായി? कृष्ण थोड़ी सोप स्टाफ मैं टाइल्स मेसन नाले पानी पोई चितूर കൽപ്പണിക്ക് പോട്ട് വന്നേക്കണേ. ഇവൻ പറയണത് കൽപ്പണിക്ക് പോട്ട് വന്നേക്കണേ അല്ലേ? എന്നിട്ട് ഇവിടെ അടിച്ച് ഫിറ്റായി കിടക്കണേ. ഒരാൾ അടിച്ച് ഫിറ്റായി കിടക്കണേ. ഇത് ഷാപ്പാണ്, ഇത് കള്ള ഷാപ്പാണ്. കള്ള ഷാപ്പ്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവൻ ചിരിക്കണമെന്ന് വെച്ചാൽ അയാൾ തുണിയാണ് കിടക്കണേ. കണ്ടാ, ഇതൊക്കെയാണ് ഇവിടുത്തെ ആലുവയിലെ അവസ്ഥ. ഇവിടെ ഇവിടെയൊക്കെ മൂത്രമൊഴിച്ചിട്ടേക്കണ ഉമ്മാര്. ഷാപ്പിൽ നിന്ന് അടിക്കും. ഇവിടെയൊക്കെ മുള്ളിയിടും. കണ്ടാ, ഇതൊക്കെ മുനിസിപ്പാലിറ്റിയും പിന്നെ കാണേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അതെ, മൂത്രമൊഴിച്ചിട്ടേക്കണേ. നാറ്റം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്താ ജോബി? അല്ല, ഒരു ഷാപ്പിന് നമ്മൾ ഈ ഹോട്ടലിന് ബാധകമായ രീതിയിൽ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഒരു ഷാപ്പിന് സേഫ്റ്റിക്ക് ഒന്നും നേരമില്ലടാ ഇതൊക്കെ ചെക്ക് ചെയ്യാൻ. അല്ല, ആരോഗ്യവകുപ്പിന് ഈ കാര്യങ്ങളിലൊന്നും ഇടപെടാനായിട്ട് ജനങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്യണം. കാരണം ഞങ്ങൾക്ക് ഇവിടെ ആരും പേടിയൊന്നുമില്ല. അങ്ങനെ ഇവിടെ അല്ല ഇതിന്റെ ഏത് ഗുദാമിലാലും കയറി നമ്മൾ വീഡിയോ എടുക്കും. മുനിസിപ്പാലിറ്റി ഇനി കണ്ടില്ലെന്ന് പറയരുത്, ഷാപ്പുകാരൻ കണ്ടില്ലെന്ന് പറയരുത്. ഇവിടെ ഒക്കെ മൂത്രമൊഴിച്ച് നാറ്റിച്ചിട്ടേക്കണേ. കണ്ടോ? അല്ലേ? അല്ലടാ ഭായ്, അതുപോലെ രാവിലെ 6 മണിയാവുമ്പത്തേനും ഇവിടെ ഭായൊക്കെ തൊഴുതാണ് അടിച്ച് മൂത്തിരിക്കണേ. കണ്ടോ ഭായ്? നാം ക്യാ ഭായ്? कृष्ण यूपी उत्तर प्रदेश ഉത്തർപ്രദേശ് വന്നേക്കണേ. कृष्ण കൃഷ്ണ കണ്ടാ, പിന്നെ റിലേ ഇല്ല. टाइल्स मेसन അല്ല, രാവിലെ 6 മണിയാവുമ്പത്തേനും ഇവിടെ അല്ല, പിന്നെ റിലേ ഇല്ല. നീ പറഞ്ഞ 6 മണിയാവുമ്പത്തേനും ओपन 7 o'clock ओपन पांचटा 7 o'clock ओपन 7 o'clock ഷാപ്പ് ഓപ്പൺ ആക്കും. ओपन ओपन मैं 10 मिनट हेल्प में करता है. 10 मिनट के बाद और कुपी और पोई पानी पोई ഒരു ഉപ്പ പൊഴിച്ച് പണിയും പോയിട്ട് കണ്ടതേ. ഇവൻ ചിരിച്ചോണ്ടിരിക്കണേ. ഇവന് റിലേ ഇല്ല. ഇവന് കണ്ട. അല്ല, അവൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറഞ്ഞല്ലോ അവന് റിലേ ഇല്ലെന്ന്. അല്ല, അവൻ പറഞ്ഞത് രാവിലെ 7 മണിക്ക് ഇവിടെ ഷാപ്പ് തുറക്കും. ഒരു 10 മിനിറ്റ് അവൻ ആ ഷാപ്പിൽ അവരെ ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഒന്ന് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഒരു കുപ്പി കൊടുക്കും. ആ ഒരു കുപ്പി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കഴിച്ചിട്ട് അവൻ രാവിലെ പണിക്ക് പോകും. ഇതാണ് അവന്റെ ഒരു ദിനചര്യയായിട്ട് അവൻ പറഞ്ഞൊരു സംഭവം. അതാണ്. അപ്പൊ രാവിലെ 7 മണിക്ക് ഇവിടെ ഷാപ്പ് തുറക്കും. നമുക്കിവിടെ ബിവറേജ് തുറക്കണമെങ്കിൽ 11 മണിയാവും. അല്ല,
10 മണിക്ക് ബിവറേജ് തുറക്കും, 11 മണിയാകുമ്പോൾ ബാർ തുറക്കും. എന്തിനാണ്? അതിനേക്കാളും വീര്യം കൂടിയ ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പിന്നെ ബിവറേജോ ബാറോ നോക്കേണ്ട കാര്യം എന്തായിരിക്കുന്നത്? അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ആലുവയുടെ അവസ്ഥ? വേണ്ട, എന്റെ പുറകിൽ നിൽക്കണ ഒരു ബായിയാണ് അടിച്ച് കിൻഡായിട്ട് നിൽക്കണത്. ഷാപ്പിന്റെ മുന്നിലാണ്. ആലുവ KSRTC ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തുള്ള ഷാപ്പാണ് ഈ കാണുന്നത് കേട്ടാ. കേരള സർക്കാരും കൂടി ഇത് കാണണം. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ നാറ്റോന്ന് വെച്ചാൽ ഇവന്മാർ ഇവിടെ മുള്ളിടണേ. ഇവിടെയൊക്കെ മുള്ളിയിട്ടേക്കണേ. ഇത് കേട്ടാ, ലൈവ് കാണിച്ചതന്നെ നിങ്ങളാ. ഈ മുനിസിപ്പാലിറ്റിയും പിന്നെ ഹെൽത്ത്, ജോബി പറഞ്ഞ പോലെ ഹെൽത്ത് ആൾക്കാർ ഇവിടെ വന്ന് സർവത്ര ഹോട്ടലിൽ നിങ്ങൾ കയറണ്ടല്ല. നിങ്ങൾ എന്തുകൊണ്ട് ഷാപ്പിൽ കയറുന്നില്ല? അത് മാത്രമല്ല, ഇവിടെ കംപ്ലീറ്റ് ക്ലീൻ സിറ്റി ആക്കണം. ഇവിടെയും ജനങ്ങളിരുന്ന് ഒരു പാനീയമാണെങ്കിലും അത് കഴിക്കുന്ന ഒരു സ്ഥലമല്ലേ അത്. ഒരു ബാറിന് ലൈസൻസ് കിട്ടണമെങ്കിൽ ഇപ്പൊ 4 സ്റ്റാർ ഫെസിലിറ്റി ഉണ്ടെങ്കിലാണ് ഒരു ബാറിന് ലൈസൻസ് കിട്ടുള്ളൂ. ഈ ഷാപ്പിന്റെ എന്ത് മാനദണ്ഡം നോക്കിയിട്ടാണ് ഷാപ്പിന് ലൈസൻസ് കൊടുക്കുന്നത്? അത് മാത്രമല്ല, ഇവിടെ അസുഖം പെരുകും ഉറപ്പുള്ള. ഈ പകർച്ചവ്യാധികളുടെ ഈറ്റില്ലെന്ന് പറയാൻ വേണമെങ്കിൽ ഇത്. അത് മാത്രമല്ല, ഇവിടെ എന്താ പറയാ, ഇവിടെയൊക്കെ ഈ പരിസരവാസികൾക്കൊക്കെ പല അസുഖങ്ങളും വരും. ഇതില് തക്കതായ പരിഹാരം കേരള സർക്കാർ, ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അല്ലെ, എല്ലാവരും ഇടപെടണം. തമാശയുടെ പറയാം, ഇതിൽ പാർട്ടി നോക്കരുത്. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJPക്കാരും എല്ലാവരും ഇടപെടണം. ഞങ്ങൾ ഷാപ്പിന്റെ മുന്നിൽ നിന്നാണ്. അല്ലടാ ബായ്, ബായ് ഉണ്ട്. ബായ് ഇപ്പോഴും ചിരി നിർത്തിയിട്ടില്ല. അത്ര കട്ടിച്ച് മറ്റാ കിള്ളി പറന്ന് നിൽക്കണ കണ്ട. പിന്നെ അവൻ പറയണെന്ന് വെച്ചാല് ഇവിടെ അത്രക്ക് സംഭവമാണ്. हर भाषा में डालेगा, मलयाली, इंग्लिश, सब भाषा. बड़ा भाई. പിന്നെ അവിടെ ഒരാള് തുണിയിലാണ്ട് കിടക്കണം. ഞാനത് കാണിക്കുന്നില്ല, രംഗം കാണിക്കലട്ടാ. തമാശ പറഞ്ഞല്ലേ. ഇവിടെ ഷാപ്പക്ക നിങ്ങളെ ഇതൊക്കെ മൂത്രമൊഴിച്ചിട്ടേക്കണ കുമാരി. ഹിന്ദിക്കാരെ ഒന്ന് മുള്ളി ടൂറിയൊക്കെ ഇട്ടേക്കണേ. ഇതൊക്കെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയും പിന്നെ ഈ ആരോഗ്യ വകുപ്പും പിന്നെ ഇവിടുത്തെ ഉള്ള എന്താ പറയണ MLAയും എല്ലാവരും കാണേണ്ട കാഴ്ചയാണ്. ഇത് കണ്ട കിടക്കണ കിടപ്പ് കണ്ട. അതാ പാൻബ്രാഗും ഹാൻസും ബീഡിയും കഞ്ചാവും എല്ലാം കിടപ്പുണ്ടെന്ന് നോടേ. ഇതണ്ട കംപ്ലീറ്റ് ബീഡിക്കുറ്റിയും ഇതൊക്കെയാണ്. അപ്പോൾ ആലുവയിൽ എല്ലാവരും ഇവിടെ ഇറങ്ങി ഈ ഷാപ്പിലോട്ട് വന്നങ്ങൾ പ്രതിഷേധിക്കണം. ആ ഒരു അവസ്ഥയെ മാറിക്കൊണ്ടിരിക്കണേ. ബായി ഒരാളെ കെട്ടിപ്പൂട്ടി വെക്കണ്ട്, അടിച്ച് മൂത്ത് അവൻ തുണി ഉടുപ്പിക്കണേ. ഇതണ്ട ഒരാളെ അടിച്ച് മൂത്ത് വന്ന് കിടക്കണ ഇവിടെ. അയാളെ നമ്മുടെ ബായി തുണി ഉടുപ്പിക്കണ സീനാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഇവിടെ വല്ല വെട്ടവും വെളിച്ചം ഉണ്ടാ ജോബി? ഇവിടെ ഒരു കൊലപാതകം നടന്ന ആരെങ്കിലും അറിയോ? അല്ല, കൊലപാതകമല്ല, എന്റെ മുഖം തന്നെ കാണാൻ പറ്റില്ല. ഇപ്പൊ ഈ സർവത്ര കാര്യങ്ങളുടെയും ഒരു ബായി അടിച്ച് മൂത്ത് കിടക്കണ ആളാ ബായി. മുണ്ടക്കുടിപ്പിച്ച് സെറ്റപ്പ് ആക്കണേ. നീ ഇയാളെ ഇവൻ കൊന്നു കഴിഞ്ഞാൽ ആരെങ്കിലും അറിയൂ? അപ്പൊ ഇവിടെ വെട്ടവും ഇല്ല വെളിച്ചവും ഇല്ലതേ. കള്ള് ഷാപ്പാണ് ഈ കാണുന്നത്. ഇതണ്ട ഒരു ഷാപ്പിന്റെ അവസ്ഥയാണ്. ഇതിനൊക്കെ ലൈസൻസ് കൊടുത്താൽ ഇവിടെ ഒന്നും കയറി ചെക്ക് ചെയ്യാനായിട്ട് ഒരു ആരോഗ്യവകുപ്പും തന്നെ കട്ട് ചെയ്തേക്കണം. അല്ല, ഇതിനൊന്നും ഒരു ആരോഗ്യവകുപ്പും ഇല്ല. ഒരു ചെക്ക് ചെയ്യാനോ കാര്യങ്ങളോ നോക്കാനോ ഒന്നിനും ആരോഗ്യമില്ല. വല്ല നല്ല ഹോട്ടലുകളിൽ കയറി റെയ്ഡ് ചെയ്യാനും കാര്യങ്ങൾക്ക് മാത്രം. കാരണം അവിടെ നിന്നുള്ള വരുമാനമുള്ളൂ, അതിന് മാത്രമാണ് ആരോഗ്യവകുപ്പ് ഉള്ളൂ ഇവിടെ. ഈ പുള്ളിയുടെ അവസ്ഥ ഒക്കെ അടിച്ച് വിറ്റാകണം. ഞാൻ മുഖം കാണിക്കല്ല, അത് കാണിക്കാൻ ശരിയല്ലല്ലോ. ഇതണ്ട കണ്ട, ഇതാണ് ആലുവ. അതായത് മറ്റുള്ള ഒരു ചേരി പ്രദേശങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതിലും ബായ് കണ്ട ബായ് ചിരിക്കണായിരുന്നു. ഇതൊക്കെ ആ ഭാഗങ്ങളൊക്കെ ഇരുട്ടാണ്. സത്യം പറഞ്ഞാൽ ആ ഭാഗത്ത് വെട്ടമില്ല. ഏതെങ്കിലും ഒരുത്തനെ കുത്തിക്കൊന്നു കഴിഞ്ഞാൽ പോലും അറിയില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഈ ഷാപ്പ് ഉടനടി തന്നെ ഇവിടുത്തെ അധികാരികൾ പൂട്ടുക. എന്നിട്ട് ഇവിടെ കംപ്ലീറ്റ് നീറ്റാക്കുക. ഇവിടെ മുള്ളിയിട്ടേക്കണേ. അസുഖങ്ങൾ വരാൻ ഇനി വേറെ ഒന്നും വേണ്ട. കംപ്ലീറ്റ് പാൻഡ്രാഗ് മസാല മറ്റേ ഭണ്ഡാരങ്ങളൊക്കെ ഉണ്ട്. ആലുവ ക്ലീൻ സിറ്റി അല്ല, ആലുവ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ നിങ്ങൾ പ്രതികരിക്കണം. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യും. അതെ, നിങ്ങളുടെ കൺമുന്നിലാണ് ബായി അടിച്ച് മൂത്ത് നിൽക്കുന്നത് അല്ലേ ബായ്? കണ്ടാ ओके भाई, ब्यूटीफुल. क्या बोलेगा? आप तो आपका सामने है, आप तो देख रहे हैं. मैं क्या बोलेगा? റിലേ കട്ടായി പോയി. അപ്പോൾ നമുക്ക് നേരെ ആ ഭാഗത്തോട്ട് പോട്ടെ. അപ്പം ഇതാണ് ആലുവ KSRTC ബസ് സ്റ്റാൻഡ് കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ ഇരിക്കണ ഈ ഭാഗത്താരാണ്. പക്ഷേ ഈ ഭാഗമൊക്കെ കംപ്ലീറ്റ് കാട് പിടിച്ച് കിടക്കണ ഇരുട്ടാണ്. കംപ്ലീറ്റ് കൂരിരുട്ടാണ്. ഭായിമാരുടെ ഒരു എന്താ പറയണ ഒരു കേന്ദ്രമായി അല്ലേ? ആ അതെ, ഒരുത്തനൊരു കഞ്ചാവ് വലിക്കണേ പോലും അല്ലേ? അങ്ങോട്ട് ഇറങ്ങി മറിയെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുത്തരും അറിയില്ല. കഞ്ചാവ് വലിച്ച് എല്ലാത്തിനും ഒരു പ്രൈവസി ഉണ്ട് ഇവിടെ. അതാണ് ആലുവയിലെ പ്രശ്നം. കംപ്ലീറ്റ് കാടും വെട്ടൂല ഇവിടെ. ആലുവ KSRTC ബസ് സ്റ്റാൻഡിൽ
ഒരു പെൺകുട്ടിക്ക് രാത്രി ഒറ്റക്ക് അല്ല ജോബി യാത്ര ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ആരും ഇവിടെ വന്ന് ഒറ്റക്ക് യാത്ര ചെയ്യരുതാണ് എൻ്റെ അപേക്ഷ. കാരണം ഇതണ്ട ഇവിടെയൊക്കെ കംപ്ലീറ്റ് കൂരിരുട്ടാണ്. ഈ ഭാഗങ്ങളിലോട്ട് ഒരു പെണ്ണിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുകയോ എന്തെങ്കിലും ചെയ്താൽ ഒരു മനുഷ്യന്മാർ പോലും ഇല്ല. കാരണം ഈ ഭാഗമൊക്കെ കംപ്ലീറ്റ് ഇരുട്ടാണ്. കണ്ടില്ലേ ആലുവ മുനിസിപ്പാലിറ്റിയുടെ അവസ്ഥ. ഒരു പെൺകുട്ടികൾ സത്യം പറഞ്ഞാൽ തനിച്ച് അല്ലേ യാത്ര ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ് എനിക്ക് തോന്നുന്നു അല്ലേ. ഏതെങ്കിലും ഒരു ഹിന്ദിക്കാരന്മാരെ വല്ല കടിച്ച് കൗട്ടായിട്ട് ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ഷാപ്പിൻ്റെ അവിടെ അവൻ്റെ കിളി പറന്നിരിക്കണാണ്. അടിച്ച് മൂത്ത് സെറ്റായി അവിടെ കിടന്ന് അവിടെ ഞാൻ കുറേ കാര്യങ്ങൾ കാണിച്ചു തരാനിട്ടാണ്. വേറെ ഒന്നുമല്ല, പേരിൽ നിന്ന് മൂത്രം ഒഴിക്കണം പരസ്യമായിട്ട് നിന്ന് ആ ഷാപ്പിൽ നിന്ന് അടിച്ച് മൂത്ത് വരുന്നു, അവിടെ നിന്ന് മുള്ളുന്നു, അവിടെ പരസ്യമായിട്ട് നിന്ന് കഞ്ചാവ് വലിക്കുന്നുണ്ട്. അത് ഞങ്ങൾ എടുത്തില്ല സത്യം പറഞ്ഞാൽ, കാണിക്കാഞ്ഞിട്ടാണ്. ഇപ്പം യൂട്യൂബിൽ പുതിയൊരു നിയമം ഇറങ്ങിയിട്ട് അതൊന്നും കാണിക്കരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കാണിച്ചു കഴിഞ്ഞാൽ, അതായത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടന്റിന് പ്രശ്നം വരും, നമ്മുടെ ചാനലിനൊരു പ്രശ്നം വരും. അതുകൊണ്ട് അത് അല്ലേ പിന്നെ നിങ്ങളെ കാണിക്കുന്നില്ല. ശക്തമായിട്ട് തന്നെ ഇവിടുത്തെ പോലീസുകാരെ ഇറങ്ങി ഇതേപോലുള്ള ഹിന്ദിക്കാരന്മാരെ ഭാര്യമാരെ ഇവിടെ അടിച്ച് മൂത്ത് കിടക്കുന്ന കഞ്ചാവ് മാഫിയകളെ എല്ലാവരും നിങ്ങൾ അറസ്റ്റ് ചെയ്യണം. അതുകൂടാതെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയോട് എന്താ പറയാനുള്ളത്, വളരെ ഭംഗിയായ മുനിസിപ്പാലിറ്റി ആണ് ആലുവല. നിങ്ങളൊരു 10 രൂപയുടെ ബൾബ് മേടിച്ചിടാണ്ട് അല്ലേ ഒരു 10-200 രൂപ ബൾബ് അങ്ങനെ മേടിച്ച് വളരെ ദയനീയമായ അവസ്ഥ. ഈ ഷാപ്പില് സത്യം പറഞ്ഞ ജോബി പറഞ്ഞ പോലെ ഈ ഷാപ്പില് ഫുഡ് ഇൻസ്പെക്ടർമാര് അല്ലെ വന്ന് ചെക്ക് ചെയ്യണം. കാരണം ഇവിടെ ഇതുണ്ട്, ഈ ഷാപ്പിന്റെ തൊട്ടടുത്തുള്ള കടകളൊക്കെ ഇവിടെ ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് ആൾക്കാർ ചായ കുടിക്കുന്നു. ഇവിടെയൊക്കെ മൂത്രമൊഴിച്ചും അല്ലെ ഒരു പകർച്ചവ്യാധി എത്രയും പെട്ടെന്ന് ഉണ്ടാകാനുള്ള എല്ലാവിധ ചാൻസസും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇതൊക്കെ മുനിസിപ്പാലിറ്റിയുടെ കഴിവുകേടാണ്. ആലുവ മുനിസിപ്പാലിറ്റി ഈ പരിസരം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻ ചേരികളിലേക്ക് ചെല്ലുന്ന ഒരു അവസ്ഥയാണ്. അതെ അതെ, നോർത്ത് ഇന്ത്യൻ ചേരി പിന്നെ ഇതിലും വൃത്തിയുണ്ടെന്ന് എനിക്കും തോന്നുന്നു. കാരണം ഇതൊരു കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൗൺ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. അതായത് മലയാളിയുടെ ഉള്ള അഭിമാനം നഷ്ടപ്പെടുന്ന ഒരു കാര്യം അത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് മാക്സിമം നമ്മുടെ പരിപാടി ഷെയർ ചെയ്യണം എന്ന് വെച്ചാൽ അധികാരികൾ കാണുന്നവരെ നിങ്ങളിത് ഷെയർ ചെയ്ത് നമ്മുടെ ആലുവ സിറ്റി, ആലുവ മാത്രമല്ല കേരളത്തിന് ഇതേപോലുള്ള സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ അമ്മമാരെയും സഹോദരിമാരെയും അല്ലെ എല്ലാവരെയും നമുക്ക് രക്ഷിക്കണം. അപ്പൊ അടുത്ത കാഴ്ചകളായിട്ട് പോകട്ടെ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ ഷെയറും എനിക്ക് വിലപ്പെട്ടതാണ്. ഇതെന്താ സംഭവം, എന്താണ് ചൂരിലൊക്കെ ഇട്ട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി, അമ്മമാർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, അവർക്ക് സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആ പിഞ്ചു കുഞ്ഞ് മരിച്ച അന്നെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഇന്നും ഒരു ദിവസം പോലും വിടാതെ ഞങ്ങൾ തെരുവിലൂടെ ഈ ഒരു ഉദ്യമനത്തിന് വേണ്ടിയിട്ട് നടക്കുന്നത്. അപ്പോൾ ആലുവല ശക്തമായ നമ്മുടെ ഇത്തമാരൊക്കെയാണ് ഇവിടെ കംപ്ലീറ്റ് ക്ലീൻ ആക്കുമെന്നും പറഞ്ഞ് ഇറങ്ങിയേക്കണേ അല്ലേ. ചൂരിലൊക്കെ ഉണ്ട് അതിൽ കണ്ടോ, ചൂരിലൊക്കെ ഉണ്ട് സംരക്ഷണത്തിന് വേണ്ടി. അത് മാത്രമല്ല ഈ ചൂരിലുകൊണ്ട് അടിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അടിക്കണം എന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് ഞങ്ങൾ ഉറച്ചു നിന്നതും നടന്നതും. പക്ഷേ ഞങ്ങൾക്ക് ഈ സമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് ആളാവാനോ അതല്ല ഞങ്ങൾക്ക് മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാനോ അല്ല നടക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഇന്ന് വളരെ വിഷമ ഘട്ടത്തിലാണ് ഞങ്ങളിന്ന് ഇത് തുടർന്നു പോകുന്നത്. കാരണം ഒരു പറ്റം ആളുകൾ ഇത് ഞങ്ങൾക്ക് വളരെ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ ഞങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആരൊക്കെയാണ് എന്ന് എനിക്ക് തൽക്കാലം ഇപ്പൊ വെളിപ്പെടുത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര ഭീഷണിയാണോ? ഞങ്ങൾക്ക് ഭീഷണി. ഇവിടുത്തെ ഈ ആലുവ മുനിസിപ്പാലിറ്റി വെറും കച്ചറകളാണ്, പറയാതിരിക്കാൻ വയ്യ. അത് ഞങ്ങൾക്ക് ഞാൻ ആലുവക്കാരനല്ല, ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ കുറ്റം പറയും. കാരണം ഞാനിപ്പോ കണ്ട സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ ഷാപ്പുണ്ട്, കള്ള് ഷാപ്പിൽ ഇപ്പൊ ഞാനിപ്പോ ഷൂട്ട് ചെയ്ത രംഗം ഞാൻ കാണിച്ചുതരാം. അവിടെ ചെന്നപ്പോ പരസ്യമായിട്ടിരുന്ന് അവിടെ ഇരുന്ന് മൂത്രം ഒഴിക്കണം ഹിന്ദിക്കാർ. അവിടെ ഒരു ഹിന്ദിക്കാർ അവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളവും. ഞങ്ങൾക്ക് ആരെയും കുറ്റപ്പെടുത്താനോ ഞങ്ങളൊരു ഭരണകൂടത്തിനെ കുറ്റപ്പെടുത്താനോ ഞങ്ങൾ പോലീസിനെ കുറ്റപ്പെടുത്താനോ ഒന്നിനും ഞങ്ങൾ തയ്യാറല്ല. ശരിക്കും ഞങ്ങൾക്ക് പോലീസ് നല്ല രൂപത്തിൽ ഞങ്ങളെ സഹകരിക്കുന്നുണ്ട്. ഞങ്ങളോട് നിങ്ങളുടെ സംരക്ഷണം നോക്കുക വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് അവർ തരുന്നുണ്ട്. പക്ഷേ ഞങ്ങളൊരു നിയമത്തിനെ ഞങ്ങൾ കയ്യിലെടുക്കുന്നത്, ഞങ്ങളുടെ സുരക്ഷിതത്വം, ഞങ്ങളുടെ മക്കളുടെ സുരക്ഷിതത്വം, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ആലുവ മാത്രമല്ല, ഞങ്ങൾ എല്ലാ ജില്ലകളിലും ഇതുപോലെ എല്ലാ ഏരിയകളിലും കഞ്ചാവ് മാഫിയകളെ വരെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഭീഷണിയുണ്ട്.
ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നല്ല കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ കൂടി ഞങ്ങൾക്ക് ശരിക്കും നല്ല രൂപത്തിൽ ഭീഷണിയുണ്ട്. അപ്പൊ ഇവരെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാർ അപ്പൊ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആലുവയുടെ ഇരുണ്ട മൂലകൾ കണ്ടാ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ കംപ്ലീറ്റ് വെട്ടത്തിന്റെ കുറവ് ശരിക്കും ഉണ്ട് അല്ലേ? വെട്ടത്തിന്റെ കുറവ്. കഴിഞ്ഞ ദിവസം ഞങ്ങള് പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ കൂടി പോകുമ്പോ പല ഇരുണ്ട മൂലകളിൽ നിന്ന് ഞങ്ങൾ കൊച്ചുമക്കളെ ഞങ്ങൾ അവിടെ നിന്ന് ഓടിച്ചു വിട്ടതാ. അത് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടല്ല. നമ്മൾ അവരിൽ കാണുന്നത് നമ്മളെ മക്കളായിട്ടാണ്. നാളെ നമ്മുടെ മക്കൾ ഏതവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ അമ്മമാര് ഞങ്ങൾക്ക് വീടില്ലാണ്ടൊന്നും അല്ല ഞങ്ങളിങ്ങനെ നടക്കുന്നത്. മനസ്സിലായി? ഞങ്ങൾ എല്ലാ ജില്ലകളിലും ഈ സംഭവം കൊണ്ടുവരും അല്ലേ? അതായത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാലൊന്നും ഞങ്ങൾ ഇതിന് പിന്മാറില്ല. ഞങ്ങൾ ഇതിനൊരു അറ്റം അത് നല്ല രൂപത്തിൽ ഭീഷണിപ്പെടുത്താൻ പോലീസുകാർ പറഞ്ഞില്ലേ? ഭീഷണിപ്പെടുത്തുന്നത് പോലീസുകാരോട് പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് തന്നെ നേരിടാനായിട്ടുള്ള കഴിവുണ്ട്. ഞങ്ങൾ അത് തന്നെ ഞങ്ങൾ അതായത് ഇതിൽ നിന്ന് പിന്മാറില്ല. ആലുവയെ മാത്രമല്ല നമ്മുടെ ജില്ലയിലുള്ള മിക്ക മറ്റേ റെസിഡൻസ് അസോസിയേഷനുകളും ഇതുപോലെ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഇറങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് മാത്രമല്ല ആലുവയിൽ ഇപ്പം ഞങ്ങൾ ആലുവക്കാരുടെ സൗകര്യ ജീവിതത്തിന് വേണ്ടി ആലുവയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നുള്ള ഞങ്ങളാണ് ഇവിടെ രാത്രി ഇതുപോലെ ഒരു പട്രോളിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. അപ്പോൾ ആലുവയിലെ ഒരു മിക്ക റെസിഡൻസ് അസോസിയേഷനുകളിൽ നിന്നും 2 പേരെങ്കിലും ഞങ്ങളോടൊപ്പം സഹകരിച്ചിരുന്ന അത് ഞങ്ങൾക്ക് ഇടുന്ന ഏറ്റവും വലിയ അംഗീകാരം. ഞാൻ വേറെ കാര്യം പറയാം, ഞാൻ നേരത്തെ കണ്ടപ്പോൾ കുറെ ആൾക്കാരുണ്ടായി, ഇപ്പൊ സത്യം പറഞ്ഞ ആൾക്കാർ കുറഞ്ഞു. അതുകൊണ്ടല്ല, ഇതിനും ഞങ്ങൾക്കുണ്ടല്ലോ ഒരു ക്ഷീണവും ഇതൊക്കെ. അപ്പൊ അങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നതാണ്. ഞാനിപ്പോ എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ ഞങ്ങളിപ്പോ ഇന്നുള്ള എല്ലാ ദിവസവും ഉണ്ട്. പക്ഷെ കുറച്ച് ആളുകള് പ്രായത്തിന്റെ ഇതുള്ള ആളുകളൊക്കെ ഇതിലുണ്ടായിരുന്നു. പിന്നെ എല്ലാ ദിവസവും ഇറങ്ങാൻ പറ്റാത്ത, പക്ഷെ അവർ പിന്മാറിയിട്ടൊന്നുമില്ല. ഞങ്ങളുടെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ടുണ്ട്. ഞങ്ങളിപ്പോ കുറച്ച് ഇനിയിപ്പോ എന്തായാലും ദിവസം ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും 1-2 ആണെങ്കിലും അല്ലെങ്കിൽ 2 ദിവസം കൂടിയിട്ടാണെങ്കിലും ഞങ്ങൾ എന്തായാലും തെരുവിലുണ്ടാവും. അപ്പൊ എന്തായാലും ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നല്ല കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ. അപ്പൊ ആലുവ ഞങ്ങള് ക്ലീൻ സിറ്റി ആക്കി കേട്ടാ. അപ്പൊ ചൂരിലൊക്കെ ഉണ്ട്, ഇത്തനടുത്തൊക്കെ കളിക്കാൻ അടിച്ചോടിക്കുമെന്ന് പറയണം. അപ്പൊ എല്ലാ മയക്കമരുന്ന് മാഫിയ സംഘത്തലവന്മാരും ശ്രദ്ധിക്കുക. ആലുവയില് പെൺപുലികൾ ഇറങ്ങിയേക്കണം, പെൺപുലികൾ. കംപ്ലീറ്റ് ആൾക്കാരുണ്ട് ഇവിടെ. അതെ, അവിടെ പിടിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്താ പിന്നെ ഞങ്ങൾ കണ്ടപ്പോൾ തിരിച്ചോടി പറഞ്ഞു കേട്ടുള്ള അറിഞ്ഞുള്ളൂ. എന്തെന്ന് പറഞ്ഞു കേട്ടത് നിങ്ങൾ? ഞങ്ങളിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. കടക്കാർ ട്രാൻസ് മാത്രമല്ല ചേച്ചി, നമ്മുടെ നാട് നമുക്ക് ചേച്ചി ഒരു മകളായിരുന്നു. ചേച്ചി ഒരു അമ്മയാണോന്ന് എനിക്കറിയില്ല. എന്ത് മക്കളാണ് എന്ത് ഈ പെൺകുട്ടി ഇങ്ങനെ നടന്ന ചേച്ചി സഹിക്കുമോ? ഇല്ല. അപ്പൊ അത് നമ്മൾ ആലോചിക്കണ്ടേ? ആ മക്കള് ചേച്ചിനെ കണ്ടിട്ടല്ലേ വളരണേ? ചേച്ചിക്ക് എന്താ ജോലി എന്ന് ചോദിച്ചാല് ആ മക്കൾ എന്തായാലും സ്കൂളിൽ പറയുന്നത് സങ്കടമല്ലേ ചേച്ചി? അത് അല്ലേ? നമ്മൾക്ക് ആരോഗ്യമില്ലേ ചേച്ചി? അത് സംഭവിച്ചു. ചേച്ചിയുടെ വിഷമം കണ്ട് മനസ്സിലാവുന്നുണ്ട്. ചേച്ചി കരയാൻ വേണ്ടിയിട്ടല്ല. ചേച്ചിക്ക് എന്താ പറയുന്നത്? ചേച്ചിയുടെ മക്കള് നാളെ സമൂഹത്തിന് മുമ്പിൽ എന്താവണം? അവർക്ക് നല്ല രൂപത്തിലൊരു ഇത് ആവണ്ടേ? ചേച്ചി ഞങ്ങളുടെ കൂടെ വരും. കരണ്ട ചേച്ചി ഞങ്ങളുടെ കൂടെ വരും. ജോലിയാണോ പ്രശ്നം ചേച്ചി? ആണോ? ഞാൻ ഞാൻ നല്ല രൂപത്തിലാണ് ചേച്ചിയോട് ചോദിക്കുന്നത്. ചേച്ചിയുടെ സഹോദരിനെ പോലെ ചോദിക്കുന്നത്. ചേച്ചി ഞങ്ങളുടെ കൂടെ ഇതുപോലെ ഇറങ്ങിയിട്ട് ചേച്ചിക്ക് ജോലിയാണ് പ്രശ്നമെങ്കിൽ എവിടെയെങ്കിലും നമ്മളിങ്ങനെ നടക്കും. നമ്മുടെ മക്കളുടെ ഭാവി നാളെ എന്താവും അവരുടെ അവസ്ഥ എന്നുകൂടി നമ്മൾ ആലോചിക്കണം. അപ്പം നിങ്ങളെ ഞങ്ങൾ വടിയെടുത്ത് തല്ലാനോ ഉപദ്രവിക്കാനോ ഒന്നിനും ഇറങ്ങിയതല്ല. നിങ്ങളെപ്പോലുള്ള ആളുകളെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ തന്നെ ബംഗാളികളോട് എന്ത് ബഹളം അറിയാമല്ലോ. നമ്മുടെ ഇവിടുത്തെ ബംഗാളികളുടെ അവസ്ഥ അറിയാമല്ലോ. നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയായി. നരബലി തന്നെ
അതുപോലെ മക്കൾക്ക് അമ്മേനെ അതുപോലെ തന്നെ മക്കൾക്ക് പറയാനായിട്ടുള്ളൊരു ജോലി, നല്ല ജോലി. നമുക്ക് എന്താ ജോലി എന്ന് ചോദിച്ചാല് എന്ത് മക്കൾ പറഞ്ഞു പറയണതാണ്. എന്താണ് നമുക്ക് പണി വേണം. സമൂഹത്തിന് നമ്മള് മറ്റുള്ളവര് നമ്മളെ ഏത് രൂപത്തിലാണ് കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ ചേച്ചി കാര്യം എന്താണ് ജോലി വേണ്ടത്? വീട്ടില് ജോലി വേണം. നമ്മൾ ശക്തമായിട്ട് പ്രതിരോധിക്കണം. ഇപ്പൊ ഒരു സ്ത്രീ നമ്മളെ കണ്ടപ്പോ അങ്ങനെ അകത്തേക്ക് വലിഞ്ഞു, അപ്പൊ അതൊക്കെ ഒന്ന് അകത്തേക്ക് വലിഞ്ഞു. നമ്മൾ ആ സ്ത്രീയെ കണ്ടു, നമ്മൾ എന്ത് മാന്യമായിട്ട് അവരോട് സംസാരിച്ചത്. കാരണം അവരുടെ സാഹചര്യം, അവർക്ക് ചെലവിന് കൊടുക്കാനാളില്ല, അവർക്ക് 3 കുട്ടികളുണ്ട്. നമുക്ക് ആ കുട്ടികളെ വളർത്തിയെടുക്കണം. അവർ ചെയ്യുന്ന തൊഴിലിന് നമ്മൾക്ക് ഇവരെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പറഞ്ഞു അവർക്ക് ജോലി കൊടുക്കാം, അവർക്ക് എന്താ വേണ്ടത്, നമുക്ക് അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ അവരുടെ കണ്ണിന്ന് ഒരു തുള്ളി വീണ് കണ്ണീര് വന്നു. അത് നമ്മുടെ വിജയം തന്നെയാണ്. കഴിച്ചാൽ ആ ഒരു കണ്ണ് നിറഞ്ഞത് നമ്മുടെ വിജയം തന്നെയാണ്. ഇല്ലേ, ശരിയല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവർക്കത് മനസ്സിലായെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതാണ് നമുക്ക് ആവശ്യം. ഇവിടെ ആലുവയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ, ട്രാൻസ്ജെൻഡേഴ്സ് അടക്കം പബ്ലിക്കായിട്ട് വേശ്യാവൃത്തി ചെയ്യുന്നൊരു സംവിധാനം ഇവിടെ നടക്കുന്നുണ്ട്. അത് മറ്റേ ഹിജടകൾ നമുക്ക് അങ്ങനെ പേര് വിളിച്ച് പറയാൻ പാടില്ല. ആ ഒരു വേശ്യാവൃത്തി ഉള്ളത് കൊണ്ട് പോലീസുകാർക്ക് പോലും പ്രതികരിക്കാൻ പാടില്ല. പോലീസുകാർ പറയുമ്പോൾ ഇവർ നേരെ അതിന് കോടതിയിൽ പോയി സമീപിക്കും. അങ്ങനെ കുറേ രീതിയിലാകുമ്പോൾ പോലീസുകാരുടെ ജോലി പോകുന്ന പേടിച്ചിട്ട് പോലീസുകാർ വരാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നടന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഇതിലെ ഈ ലോഡ്ജിലേക്ക് അവർക്ക് അവർ തന്നെ പറഞ്ഞു, ഞാൻ വേശ്യാവൃത്തിക്ക് വേണ്ടി വന്നത്. അതൊരു തൊഴിൽ പോലെയാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വരെ അതൊരു തൊഴിലായിട്ട് അംഗീകരിച്ച. അപ്പോൾ അവരെ നമ്മൾ മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ട് ഇതിനകത്തൊരു സൊല്യൂഷൻ വരുന്നില്ല. നമ്മുടെ ഗവൺമെൻറ് തീരുമാനിച്ചിട്ട് ഗവൺമെൻറ് ഇതിനു വേണ്ടി ഒരു സൊല്യൂഷൻ ഇവരെ അക്കോമഡേറ്റ് ചെയ്യണം. ഏതെങ്കിലും രീതിയിൽ ഇവർ നമ്മളെ അക്കോമഡേറ്റ് ചെയ്യണം. അവർക്കൊരു തൊഴിൽ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റി പറപ്പിക്കാനോ അവർക്കൊരു തൊഴിലോ ഏതെങ്കിലും വേതനം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ ജോലിയിൽ നിന്ന് മാറും. അതല്ലാതെ ശാരീരികം ഇപ്പോൾ ചില സ്ത്രീ എത്ര പാവപ്പെട്ട സ്ത്രീകളോട് വേറെ കൂലിപ്പണിക്ക് പോകുന്നുണ്ട്, ബാക്കിയുള്ള പരിക്കം കൂട്ടാനും അങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പോകുന്നുണ്ട്. അവർക്കൊക്കെ ആരോഗ്യമുള്ളതാണ്. ഇവിടെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ആരോഗ്യമുള്ളവർ ആ ജോലി എന്തായാലും ഇവിടെ ആരാട്ടാ സംസാരിക്കാം. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം. അല്ല, അതിപ്പോ മനസ്സിലായില്ലേ അവർ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്. ഇന്ന് വരെയുള്ള പോട്ടെ, നാളേക്ക് അവർ ജോലി ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പാലുവല് ഇവരിറങ്ങിയേക്കണ രംഗത്തോട്ട് എല്ലാ എന്താ പറയുക, എല്ലാ മുക്കിലും മൂലകളിലും ഇത്തമാരെത്തും. എല്ലാവരെയും അല്ലേ നന്നാക്കാൻ വേണ്ടി തന്നെ എല്ലാവരും നന്നാക്കാൻ, നമ്മുടെ ആലുവ ക്ലീൻ സിറ്റി ആക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾ നമ്മളോടൊപ്പം ഞങ്ങള് 10-12 പേരാ വരുന്നത്. ഈ വഴിയിൽ നിന്ന് ഇപ്പൊ എത്ര പേര് ഞങ്ങളോടൊപ്പം വന്നു? എല്ലാവരും വരികയാണ്. എല്ലാവർക്കും ഇതിന് താല്പര്യമാണ്, സപ്പോർട്ടാണ്. ജനങ്ങളുടെ സപ്പോർട്ടും നമുക്ക് പൂർണ്ണമായിട്ടുണ്ട്. ഇനിയിപ്പോൾ റെസിഡൻസ് അസോസിയേഷനുകൾ അതുപോലെ സപ്പോർട്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ, സംഘടനകൾ, ഓട്ടോക്കാര്, ഓട്ടോറിക്ഷ തൊഴിലാളികൾ എല്ലാം സപ്പോർട്ടാണ്. കടക്കാർ പറയുന്നു നല്ല കാര്യം. അപ്പോൾ ഈ നല്ല കാര്യങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളുക. ഇതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ചില ആൾക്കാർക്ക്. അങ്ങനെയുള്ളവരെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് സംഭവം കറക്റ്റായിട്ട്? ഇപ്പൊ ഞാൻ വേറെ കേസ് ചോദിക്കണമല്ല, ഈ ആലുവ നേരത്തെ ഒരു ബോസ് ഒരു കാര്യം പറഞ്ഞില്ലേ, ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ അവിടെ എന്താ നടക്കണം? ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഭാഗത്തൊക്കെ ഒരു മാസം മുന്നേ മൊത്തം അനാശാസ്യ പ്രവർത്തനം വന്നു. വൈകുന്നേരം ഒരു 6-7 മണി ഇരുട്ടായി കഴിയുമ്പോൾ 7 മണി 8 മണി ആകുമ്പോഴത്തേക്കും പബ്ലിക്കായിട്ടുള്ള ആലുവ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ മുന്നിൽ ഒരു കാറൊക്കെ പാർക്ക് ചെയ്യണ ഏരിയ ഉണ്ട്. ആ ഭാഗത്തൊക്കെ മൊത്തം അനാശാസ്യ പ്രവർത്തനം. ഇവിടെ വെട്ടോന്ന് സാധനം കേട്ടോ. ഇപ്പൊ ആലുവ KSRTC ബസ് സ്റ്റാൻഡ് വെട്ടൂല ഒരു പെണ്ണിനെ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും രാത്രി. അവിടെ ബാക്കിയുള്ള ആളുകൾ ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് അവരുടെ ജോലിയാണെന്ന് പറയുന്നു. ട്രാൻസ്ജെൻഡേഴ്സ് പോലെയുള്ള ആളുകളും അല്ലാത്ത ആൾക്കാരും എല്ലാവരും ഇത് പബ്ലിക്കായിട്ട് ഇത് ചെയ്യുമ്പോഴേ ഒരു മറയില്ലാത്ത രീതിയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണത്. പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ വരുന്നുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വരുന്നത് ഒരു വ്യക്തമായിട്ടുള്ള രേഖകളില്ല. ഇത് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്ര പേര് വന്നു, എത്ര പേര് പോയി, ഇതിനകത്ത് ബംഗ്ലാദേശികളുണ്ടോ, ബാക്കിയുള്ള രാജ്യത്തുള്ളവരുണ്ടോ, തീവ്രവാദികളുണ്ടോ, ഒരു രീതിയിലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതിനൊരു സംവിധാനം വേണം. ഇതിന് ഇത്രയും നാൾ വൈകിയാണ് ഇതേപോലെ ഒരു പ്രശ്നം വന്നത്. ഇതിന് മുന്നേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഇതിനൊരു സൊല്യൂഷൻ വന്നതാണ്. ഇനിയെങ്കിലും ഇതേപോലെ ആലുവയിൽ ഈ ഒരു സൊല്യൂഷൻ
വരും. ഇതിനൊരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മുടെ സർക്കാരും പോലീസും നമ്മുടെ സംവിധാനവും ഇതിനകത്ത് ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇനി ശ്രദ്ധിച്ചിരിക്കുക. ഈ ലോറിയുടെ സൈഡിലൊക്കെ പെണ്ണുങ്ങളൊക്കെ നിൽപ്പുണ്ടാവും രാത്രി. അപ്പൊ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് അവരുടെ ഒരു തൊഴിലാണ്. അവരെ നമ്മൾ കുറ്റം പറഞ്ഞാൽ എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ്. പക്ഷെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ജോലി സർക്കാർ കൊടുക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കി കാഴ്ചകളോട്ട് പോവാം. ശ്രദ്ധിച്ചിരിക്കണം. നോക്കാം, കൂടെയൊക്കെ ഉണ്ടാവും നോക്കാം. ഈ പരിസരങ്ങളിലാണ് കൂടുതലും നിൽക്കുന്നത്. അങ്ങോട്ട് ആ പരിസരം ആ ഭാഗത്ത ആലുവയിലെയും കളമശ്ശേരിയിലൊക്കെ രാത്രി കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തുണ്ടോ നോക്കാം നമുക്ക്. ഈ ലോറിയുടെ സൈഡിലിട്ടൊക്കെ നിൽക്കും, സാരിയെ കൊടുത്ത് നിൽക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെയൊക്കെ കംപ്ലീറ്റ് പോലീസുകാർ ചെക്ക് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ബാക്കി നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം ഈ വണ്ടികളെല്ലാം ഞാൻ പറഞ്ഞല്ലേ, ശ്രദ്ധിച്ചു നോക്കിക്കോ. ഇത് ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. ഈ ലോറിയുടെ ഇടയിൽ നോക്കിക്കോ, കണ്ട നിൽക്കണ, നിൽക്കണ്. കണ്ട ഇതേ അടുത്ത് നിൽക്കണ്. ഇതേ അടുത്ത് നിൽക്കണം. ഇവിടെ ഇപ്പൊ ഈ പരിസരങ്ങളിൽ കംപ്ലീറ്റ് ഹിന്ദിക്കാരാണ് കേട്ടാ. ഇതാണ് നമ്മുടെ ആലുവയിലുള്ള അവസ്ഥ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ആലുവയിലെ കാഴ്ചകളൊക്കെ. ഇതൊക്കെയാണ് ഇപ്പോഴും ആലുവയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ആലുവയിലല്ല, കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേപോലുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പം ഇതുകൊണ്ട് ഇപ്പൊ നിലവിലൂടെ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് പുറം നാടുകളിൽ നിന്ന് വരുന്ന ഒരുപാട് ലോറികൾ ഹാൾട്ട് ചെയ്ത് കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള വ്യക്തികളെ കണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു ദുരന്തം എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ നമുക്ക് കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലും മറ്റും എയ്ഡ്സ് രോഗികളുടെ എണ്ണത്തിൽ കാര്യമായ വർധനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഇനി അങ്ങനെയുള്ള ലൈംഗിക രോഗങ്ങൾ ഇവിടെ പടർന്നു പിടിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് നമ്മളിപ്പോ ഇവിടെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, അവരുടെ തൊഴിലാണെങ്കിലും ഇപ്പൊ ഇതുപോലെയുള്ള ആളുകളിൽ നിന്നും ലൈംഗിക രോഗങ്ങൾ പകർന്നു പിടിക്കാനുള്ള ഒരു സാഹചര്യം കൂടുതലായിട്ട് നമ്മൾ കാണുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇവരായിട്ട് കമ്പനി അടിക്കുന്ന ടീം എന്ന് വെച്ചാൽ ഹിന്ദിക്കാരാണ്. ഹിന്ദിക്കാരുടെ വണ്ടികളാണ് ഇവിടെ ഹോൾട്ട് ചെയ്യുന്നത്. അവരായിട്ടാണ് ഇവര് കൂടുതൽ കമ്പനി അടി. അപ്പൊ പോലീസുകാർ കൂടുതലായിട്ട് ശക്തമായിട്ട് എന്താ പറഞ്ഞ അല്ലെ, നൈറ്റ് പെട്രോളിംഗ് ഇവിടെ നടത്തിയില്ലെങ്കിൽ ഇനിയും ഇവിടെ കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ നടക്കും. അതുകൊണ്ട് നമ്മുടെ കേരളം നല്ലൊരു കേരളമായി മാറട്ടെ. കഞ്ചാവ് മയക്കുമരുന്ന് മാഫിയ സംഘത്തലവന്മാരെ ഉടനടി തന്നെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുക. എക്സൈസുകാർ എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ ചോടി ഇറങ്ങി ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ആ പരിപാടി എക്സൈസുകാർ നിർത്തിയിട്ട് ശക്തമായിട്ട് തന്നെ എക്സൈസുകാർ ഈ മയക്കുമരുന്ന് മാഫിയ സംഘത്തലവന്മാരെ പൂട്ടുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത പരിപാടിയുമായിട്ട് കാണാം. ദയവേത് നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം വരുന്ന തലമുറകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ ഷെയറും എനിക്കും ഈ ജനങ്ങൾക്കും ഈ ലോകത്തും എല്ലാവർക്കും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ മടിച്ചു നിൽക്കാണ്ട് ഷെയർ ബട്ടൺ പിടിച്ച് നിൽക്കുക, ഷെയർ ചെയ്ത് അങ്ങോട്ട് പറപ്പിക്കുക. നമ്മുടെ ഈ കേരളം സുന്ദര കേരളമാക്കണം. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുവാൻ കൂടി ഞങ്ങൾ ഈ അവസരം നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ കമന്റ് നിങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ. കാരണം നിങ്ങളുടെ കമന്റാണ് നമ്മുടെ പ്രചോദനം. അത് മാത്രമല്ല, എന്തെങ്കിലും ഈ പരിപാടിയിൽ അല്ലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുകളോ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും നിങ്ങളുടെ കമന്റുകൾ
ഞങ്ങളെ സഹായിക്കുന്നതാണ്. നമ്മൾ വലിയ പ്രൊഫഷണൽ അല്ലെ ആൾക്കാരൊന്നുമല്ല, നമ്മൾ സാധാരണ ഒരു നിങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് കാണിക്കണം, നമ്മുടെ ചുറ്റുവട്ടത്ത് കണ്ട ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. അപ്പോൾ അടുത്ത പരിപാടിയായിട്ട് കാണാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ പരിപാടി ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, യൂട്യൂബിലാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും എന്റെയും ജോബിയുടെയും ഹൃദയം നിറഞ്ഞ അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.